ഞാൻ ബാക്കിലായിരുന്നു ഉണ്ടായത്. അമ്മൂമ്മേൻ്റെ വണ്ടിക്കൂലി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മൂമ്മ അറിഞ്ഞിട്ടില്ല കാര്യം. ബസ്സിൽ നിന്ന് പൈസ എടുത്തിരുന്നോ? ഞാൻ അമ്മൂമ്മയും കൂടെ ഉണ്ടല്ലോ. അമ്മൂമ്മേൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള സാധനം എടുക്കാൻ വേണ്ടി തിരുവനന്തപുരം ടൗൺ വരെ പോവാ. വേഗം പോയിട്ട് വരാം. മഴ പെയ്യുമ്പോഴത്തേക്കും വേഗം പോയിട്ട് വരണം. ഓ നല്ല കാറ്റില്ല അമ്മൂമ്മ. വല്ല പുല്ലും വെട്ടി ഉണങ്ങിയിരിക്കണില്ല പുല്ലൊക്കെ. ഈ ഭാഗത്തുള്ള മാവൊക്കെ മുറിക്കുകയാണ് തോന്നുന്നത്. നല്ല മാങ്ങമരമായിരുന്നു. ചെറിയ ചെറിയ കണ്ണിമാങ്ങേൻ്റെ പഴുത്തൊക്കെ ഉണ്ടാവും. ഇവിടെയുള്ള മരമൊക്കെ മുറിച്ചിക്കണ്. വലിയ മരമായിരുന്നു. എന്ത് മരമായിരുന്നു എന്ന് വേറെ ഏതോ മരം. കല്ലും മണലും കൂട്ടിയിട്ടേക്കണോക്കെ എന്തിനാ അറിയില്ല. കുറേ ഉണ്ടല്ലോ. ഇവിടേക്ക് അമ്മാതിരി ചൂടറിയോ വീട്ടിലൂടെ ഇറക്കുമ്പോൾ അല്ലേ? ചില സമയം ചൂട്, ചില സമയല്ലേ ഭയങ്കര ഇതാണ്. ഭയങ്കര ഇപ്പോൾ ഒരു KSRTC വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ AC അത് വടഞ്ചാലിക്കുണ്ടായിരിക്കും. വിംസ് വരെ ഉള്ളൂ. അമ്മൂമ്മ ആദ്യം അടുത്ത് പറഞ്ഞ തിരുവനന്തപുരത്ത് പോയിട്ട് വരാന്നാ പറഞ്ഞത്. ഇപ്പൊ പറയണ വടഞ്ചാലി പോവാ. അമ്മൂമ്മ പറഞ്ഞ മാറിപ്പോയിണ്ടാവും. മാറിപ്പോയിണ്ട്. ഇപ്പൊ 2-3 ബസ് തന്നെ കേട്ടോ. ആ വന്ന ബസ്സിലേക്ക് അമ്മൂമ്മ കേറാൻ പോവാ. അമ്മൂമ്മ അങ്ങോട്ട് നോക്കി. ഞാൻ ബസ് വരുമ്പോ ഞാൻ പറഞ്ഞത് ഏതിലെ കയറണ്ടെന്ന്. ചില ബസ്സിൽ അമ്മൂമ്മയ്ക്ക് ഫ്രീ ആയിരിക്കും. അമ്മൂമ്മയ്ക്ക് പൈസ കൊടുക്കേണ്ടി വരില്ല. ഇപ്പൊ ബസ് കിട്ടി, ശരിക്കുള്ള ബസ്. വടഞ്ചാലി പോയിട്ട് എന്തിനാണുള്ളതെന്ന് അറിയില്ല. പോയി നോക്കാം. ഞാൻ ബാക്കിലായിരുന്നു ഉണ്ടായത്. അമ്മൂമ്മേന്റെ വണ്ടിക്കൂലി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മൂമ്മ അറിഞ്ഞിട്ടില്ല കാര്യം. അവിടെ എത്തിയിട്ട് അമ്മൂമ്മേന്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. അവിടെ വടവഞ്ചാല് ബസ്സിൽ നിന്ന് പൈസ എടുത്തിരുന്നോ? ഫ്രീ അല്ലേ? ബസ് ഫ്രീ അല്ലേ? അമ്മൂക്ക് ഫ്രീ അല്ലേ ബസ്സില്? ഞാൻ കൊടുത്ത്. അമ്മൂമ്മ എന്താ കൊടുക്കാത്തെ? അതാ നീ എന്ത് ചെയ്യാ? ഫ്രീയോ? KSRTCയിലല്ലേ ഫ്രീ? ഇങ്ങോട്ടോക്ക്. അമ്മൂമ്മ പോയിട്ട് എടുത്തിട്ട് വരില്ലേ? അവിടെ കട്ടെ ഇവിടെ കട്ടെ പോയിട്ട് വരില്ലേ? വേഗം വരുമോ? ഞാനും വരാം. ഞാനും പോയിട്ട് വരാം കേട്ടോ. ചെറുതായിട്ട് ചാറ്റിലുണ്ട്. കുട എടുത്ത് എന്തായാലും നന്നായി അമ്മൂമ്മ. കുട എടുത്ത് എന്തായാലും നന്നായിന്ന്. ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. പൈസ എടുക്കാൻ വന്ന അമ്മൂമ്മേൻ്റെ പൈസ. ഉച്ചയ്ക്ക് എണീക്കേണ്ട ഞാനായിരുന്നു. 9 മണിക്ക് എണീപ്പിച്ചേനെ. മഴ ബസ്സിൻ്റെ ഉള്ളിൽ ഇരുന്ന് മടുത്തിട്ടോ. കുറേ ഇരുന്ന് എനിക്ക് ഉറക്കാൻ വരുമായിരുന്നു ബസ്സിൻ്റെ ഉള്ളിൽ. പിന്നെ വേറൊരു കാര്യം, ഞാൻ മുടി കെട്ടിയേക്കണ്. കുറ്റിയാക്കിയിട്ട് കെട്ടിയേക്കണ്. ശരിയായോ കൊളയായോ എന്നൊന്നും അറിയില്ല. അങ്ങനെയാണ് ഞാൻ മുടി കെട്ടിയുള്ളത്. അതുകൊണ്ടോ സൈഡ് അച്ചു വേഗം പറയാം. അഭിപ്രായം പറയാം വേഗം. രസമുണ്ടോ? ഞാൻ പോട്ടെ. നീ ഒരുങ്ങിയിട്ടാ ഗെയിം അടിച്ചിരിക്കാം. മുടി കുറച്ച് കുറ്റിയായോ? ഈ ഭാഗം കുറച്ച് കയറി പോയില്ല. ഈ ഭാഗം എനിക്ക് അപ്ലൈ സംശയം ഉണ്ടായിരുന്നു. അയാൾ വെട്ടിയത് കൊളായി ഉണ്ടാവുന്നു. പിന്നെ എനിക്ക് അവിടുത്തെ സ്ഥലം അറിയാത്തതുകൊണ്ട് ഫസ്റ്റ് കണ്ട കടയിൽ കയറി ഞാൻ മുടിയൊക്കെ വെട്ടിപ്പിച്ച്. ഇനിയിപ്പോൾ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട് ഇന്നലത്തെ. അതും കൂടി എഡിറ്റ് ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല കുറച്ച് നേരം ഗെയിം കളിച്ചിരിക്കട്ടെ. നല്ല കാർമയൊക്കെ ഉണ്ട്. ചിലപ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ സമയം 8 മണി ആയതുകൊണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ മൊബൈൽ കുത്തി വെച്ചിട്ട് കളിക്കാൻ പോയിരുന്നു. ബോള് കളിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പോയി ചോറ് കഴിക്കട്ടെ. കറി എന്താ അറിയില്ല. ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ മേടിച്ച ഉണക്കലിൻ്റെ കറിയുണ്ട്. പിന്നെ 2 പപ്പടം. ഇപ്പോൾ ഞാൻ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോട്ടെ. ഒരു 2-3 റീൽ എഡിറ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇടണമെന്നുണ്ട്. അത് എടുത്തുണ്ട്. എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അമ്മൂമ്മനെ ഞാൻ പറ്റിച്ച് ടൗണിൽ പോയപ്പോൾ അമ്മൂമ്മ അതാ ടിക്കറ്റ് ഇടില്ല. ഫ്രീ ആയിട്ട് അമ്മൂമ്മ ഇല്ലേ? അമ്മൂമ്മ പൈസ കൊടുത്തില്ല. KSRTC ഇല്ല. സാധാ ബസ്സിൽ അമ്മൂമ്മ പൈസ കൊടുത്തില്ല. ഞാൻ എന്റെ പൈസ മാത്രം കൊടുത്തുള്ളൂ. അമ്മൂമ്മ ഫ്രീ ആയിട്ട് വടവഞ്ചാലി വരെ എത്തി. അമ്മൂമ്മക്ക് മനസ്സിലായില്ല. അപ്പോൾ നാളെ അടുത്തല്ല വ്ളോഗായിട്ട് ആളെ കാണാം കേട്ടോ.